കണക്കെടുക്കേണ്ട ക്രമം. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 1 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിന്മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്നും ശെദേയൂറിൻ്റെ പുത്രൻ എലീസൂർ, ശിമയിൽ നിന്നും സുരീഷദായിയുടെ പുത്രൻ ശെലൂമിയേൽ, യൂദയിൽ നിന്നും അമീനാദാബിൻ്റെ പുത്രൻ നക്ഷോൻ, ഇസ്സാഖാറിൽ നിന്നും സൂവാറിൻ്റെ പുത്രൻ നെത്താനേൽ, സെബൂലണിൽ നിന്നും ഹെലോനിൻ്റെ പുത്രൻ ഏലിയാബ്, ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മീഹൂദിൻ്റെ പുത്രൻ എലിഷാമ, പെദഹോസൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിൽ നിന്നും ഗിദായോൻ്റെ പുത്രൻ അബിദാൻ, ദാനിൽ നിന്നും അമീഷദായിയുടെ പുത്രൻ അഹിയേസർ, ആശറിൽ നിന്നും ഒക്രാൻ്റെ പുത്രൻ പഗിഹേൽ, ഗാദിൽ നിന്നും റഹുവേലിൻ്റെ പുത്രൻ ഏലിയാസാഫ്, നഫ്താലിൽ നിന്നും ഏദാൻ്റെ പുത്രൻ അഹീറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബവും ഗോത്രം ഇവയനുസരിച്ച് 20 അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു. ഇസ്രായേലിൻ്റെ ആദിജാതരായ റൂബൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 46,500. ശിമെയോൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 59,300. ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 45,150. യൂദയുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയവൾ 74,600. ഇസ്സാഖാറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 54,400. സെബൂലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 57,400. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിൻ്റെയും മനസായുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ യഥാക്രമം 40,500 30,200. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 35,400. ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 60,700. ആശേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും ശുദ്ധശേഷിയുള്ളവർ 47,500. നാഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സുള്ള യുദ്ധശേഷിയുള്ളവർ 53,400. ഇസ്രായേലിൻ്റെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും
മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രമായി 20 അതിന്മേലും വയസ്സ് പ്രായത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 6,35,550 ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേലിയുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളം അടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം മടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളം അടിക്കണം. ഇസ്രായേൽ സമൂഹത്തിന് നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയം അടിക്കണം. സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു.